ശ്രീ സജീവൻ, കോൺഗ്രസ് ഒരു തിരുത്തൽ നടത്തുന്നു, വയനാട്ടിലൊരു ശുദ്ധികലശം നടത്തുന്നു എന്ന രൂപത്തിൽ ഈ നടപടിയെ കാണേണ്ടതുണ്ടോ? എപ്പച്ചനെ മാറ്റിയിരിക്കുന്നു. മാറ്റുന്നത് പരമാവധി കാര്യങ്ങൾ വഷളാക്കിയ ശേഷമാണ്. പക്ഷേ ആ ഒരു DCC അധ്യക്ഷനെ മാറ്റലോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? സ്മൃതി, എങ്ങനെയാണിത് പരിഹാരമാവുക, എങ്ങനെയാണ് തിരുത്തലായി മാറുക എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ സമീപകാലത്തായിട്ട് തിരുത്തൽ എന്ന പേരിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, NM വിജയൻ്റെ ബാധ്യത, ബാങ്കിലെ കടബാധ്യതയായിട്ടുള്ള 63 ലക്ഷത്തി ചില്ലാൻ രൂപ അത് അടച്ചിട്ടുണ്ട്. അത് KPCC ആണോ, സോണിയാഗാന്ധി നേരിട്ടാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, രാഹുൽ ഗാന്ധിയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആ പൈസ അടച്ചു. ഇവിടെ നിസാം സയ്യിദ് പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധിക്കൊന്നും അറിയില്ല, നേരിട്ട് KPCC ആണ്, ഇതൊക്കെ അത് അടച്ചു. അത് പരിഹാരമാണോ? എന്താണ് അവിടെ NM വിജയൻ്റെ പേരിലുള്ള പ്രശ്നം? കടമെന്ന് പറയുന്നത് NM വിജയൻ ബാധ്യത ഉണ്ടാക്കിയതല്ല, പാർട്ടിയുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ബാധ്യത ഉണ്ടാക്കിയതല്ല. ബാങ്കുകളിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റ് ചില ആളുകൾ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയാവുന്ന KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനൊക്കെ എഴുതിയ കത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആളുകളൊക്കെ വാങ്ങിയ കടം അവർ തിരിച്ച് നിയമനവും കൊടുത്തില്ല, തിരിച്ചു കൊടുക്കുകയും ചെയ്യാത്ത ഘട്ടത്തിൽ സത്യസന്ധനായ ആ മനുഷ്യൻ അത് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് ആയ പൈസയാണ് ഈ 63 ലക്ഷം എന്ന് പറയുന്നത്. ആ പൈസ കൊടുത്തു തീർത്തത് അല്ലല്ലോ പ്രശ്നം. അത് ആ ബാധ്യത തീരുന്നേ ഉള്ളൂ. അവിടുത്തെ കോൺഗ്രസിലെ പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാരായ തന്നെ ആളുകളോട്, കോൺഗ്രസ് പ്രവർത്തകരായ ആളുകളോട് കാശ് വാങ്ങിയിട്ട് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ ചില നേതാക്കന്മാർ, അവർക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? തിരുത്തലുണ്ടാവണം, അതാണല്ലോ നടക്കേണ്ടത്. ഈ ബാധ്യത തീർക്കലല്ലോ. ബാധ്യത തീർക്കൽ സ്വാഭാവികമായിട്ടും വേണ്ട കാര്യമാണ്. അതല്ലല്ലോ ഈ ആളുകൾക്കെതിരെ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ, അവർ ഈ തട്ടിപ്പ് നടത്തിയതിനെതിരെ ഒരു നടപടിയും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും ആരും ചെയ്തതായിട്ട് നമുക്കറിയില്ല. രണ്ടാമത്തെ നടപടി, തിരുത്തൽ നടപടിയായി പറയുന്നത് ND അപ്പച്ചൻ്റെ ഈ രാജിയാണ്. ND അപ്പച്ചൻ്റെ രാജിയിലേക്ക് നയിക്കേണ്ട കാരണം, അതായത് ND അപ്പച്ചനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമെന്ന് പറയാവുന്നത് തങ്കച്ചൻ്റെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ നടന്ന ആത്മഹത്യകളായിട്ടൊന്നും ബന്ധപ്പെട്ട് ND അപ്പച്ചനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. തങ്കച്ചനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അപ്പച്ചനിലേക്ക് വരുന്ന കാര്യങ്ങളുള്ളത്. അതല്ലല്ലോ അത് പ്രശ്നം. ആ തങ്കച്ചൻ്റെ പ്രശ്നം ഒക്കെ കടുത്തത് തന്നെയാണ്. പക്ഷേ അത് മറ്റ് കാര്യങ്ങളിൽ, ജോസിൻ്റെ കാര്യത്തിലാണെങ്കിലും വിജയൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആത്മഹത്യകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വഴിവെച്ച ആളുകൾ എന്തെല്ലാണ്. അത് അപ്പച്ചൻ രാജിവെച്ചാൽ അത് മുഴുവൻ ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആകുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവിടെ നിസാം സയ്യിദൊക്കെ പറഞ്ഞ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു, അത് KPCC എല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പഴയ ആൾ പറഞ്ഞ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ത് കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്താണ് പറഞ്ഞുള്ളത്? ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞുള്ളത് എല്ലാ കാര്യങ്ങളും താങ്കൾ തന്നെ അവിടെ ആവർത്തിച്ചു, എല്ലാ ബാധ്യതകളും ഏറ്റെടുക്കാനൊന്നും KPCC കഴിയില്ല എന്ന്. അതാണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത്. പക്ഷേ ആ ബാധ്യത തീർക്കലാണ്, സാമ്പത്തിക ബാധ്യത തീർക്കലാണ് ഈ പ്രശ്നം, വയനാട്ടിലെ പ്രശ്നം എന്ന് പ്രിയങ്ക ഗാന്ധി വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും വിഡ്ഢിത്തമാണ്. അതല്ലല്ലോ പ്രശ്നം. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന രൂപത്തിൽ തട്ടിപ്പ് നടത്തിയ പ്രശ്നങ്ങളാണ്. തട്ടിപ്പുകാർക്കെതിരെ ഒരു നടപടിയുമില്ല. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അത് പരിഹരിക്കാതെ പ്രിയങ്ക ഗാന്ധി വന്നു, അതിൽ അവസാന ഘട്ടത്തിൽ ഇടപെട്ട് പരിഹരിച്ചു എന്ന് ഞാൻ വിചാരിക്കില്ല. പ്രിയങ്ക ഗാന്ധി, ഇത് നമ്മൾ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുന്ന, പ്രിയങ്ക ഗാന്ധിയാണ് ചെയ്തത് എങ്കിൽ ഇരുട്ട് കൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയാണ്. ഇനി അതല്ല അവർ ഈ അപ്പച്ചനെതിരെ നടപടിയെടുക്കുമുണ്ടാവുന്ന വേറൊരു പ്രശ്നം, അതോടുകൂടി പ്രശ്നം തീരുമോ? അതായത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പച്ചനെതിരെ നടപടിയെടുത്തുകൊണ്ട് വയനാട്ടിലെ കോൺഗ്രസ് എല്ലാം കൂടി ഗംഭീരമായി ഇനി ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഈ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒന്നും നടപടിയല്ല, ഇതൊന്നും തിരുത്തലല്ല, ഇതൊക്കെ ഒരു തരത്തിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ മാത്രമാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി പോലും അവർക്ക് ഭാഷ കൊണ്ട് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും
ഒരു MP എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഷയും അറിയില്ലെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വയനാട്ടിൽ NM വിജയൻ്റെ മരണം മുതൽ ജോസിൻ്റെ മരണം വരെ തങ്കച്ചൻ്റെ ദുരനുഭവം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നതാണ്. സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് വേറെ ആരും പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം പ്രിയങ്ക ഗാന്ധിക്കില്ലല്ലോ. അവരത് മനസ്സിലാക്കേണ്ട, അതിനാണ് ഒരു ജനപ്രതിനിധി. അവരത് മനസ്സിലാക്കുന്നില്ല. അവരിവിടെ കുറേ ദിവസം ഉണ്ടായിട്ട് ഈ വീടുകളിൽ പോകാത്ത പോലും തെറ്റാണ്. പ്രശ്നം പരിഹരിക്കാൻ കുറേ പിന്നിപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്നാണ് ഈ ബാധ്യതയൊക്കെ തീർത്തത് എന്ന് നോക്കിയപ്പം NM വിജയൻ്റെ ബാങ്കിലെ കടബാധ്യത തീർത്ത് പ്രിയങ്ക ഗാന്ധി അവരുടെ പോക്കറ്റിൽ നിന്നാണ് എങ്കിൽ അതുപോലും ശരിയായ കാര്യമാണ്. അതല്ലല്ലോ. വിജയൻ്റെ വീട്ടിലും ജോസിൻ്റെ വീട്ടിലും തങ്കച്ചൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കേണ്ടത്. അത് അവർ പറയുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അവർ പറയുന്നത് കേട്ടിട്ട് വെറുതെ തലയാട്ടെങ്കിലും ചെയ്യാൻ അവരവിടെ പോവേണ്ടതല്ലേ. അവരെല്ലാം ഏതൊക്കെ സ്ഥലങ്ങൾ, ഇപ്പോൾ എല്ലാവരും പറയുന്നില്ലേ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി, ഏതെല്ലാം പുരോഹിതന്മാരുടെ അടുത്ത് പോയി, എങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ അവർ പോയി. ഇത്രയും ദിവസം അവിടെ പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടായിരിക്കാം വയനാട്ടിൽ ഇത്രയും ദിവസം ചെലവഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ടും അവർ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നിടത്തെ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് ആ MP-യുടെ, ആ ജനപ്രതിനിധിയുടെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.